ഹായ് ഗായ്സ്, ഞാൻ എൻ്റെ വീട്ടിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പടം വരയ്ക്കലുണ്ടല്ലേ, അതാണ്. എൻ്റെ കയ്യിൽ വരയില്ലാത്ത പേപ്പറില്ല, പക്ഷേ വരയില്ലാത്ത പേപ്പറുള്ളൂ, വരയില്ലാത്തതില്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കും. പക്ഷെ വരയ്ക്കുമ്പോൾ ഭംഗിയുണ്ട് ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറയണം. ഓക്കെ, ഞാനിപ്പോൾ എന്ത് വരയ്ക്കണമെന്ന് എൻ്റെ ഉമ്മച്ചിയെടുത്ത് ഞാൻ ഗസ് ചെയ്ത് ചോദിച്ചിട്ട് വരാം. ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, എൻ്റെ ഉമ്മച്ചി പറഞ്ഞേക്കുന്നത് ഒരു തണ്ണിമത്തൻ എന്ന് വെച്ചാൽ പെൻസിൽ ഡ്രോയിങ് ചെയ്യാം. ഞാൻ കളർ ചെയ്യണമെന്നോ പെൻസിൽ ഡ്രോയിങ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ പെൻസിൽ ഡ്രോയിങ് ആണ് പറഞ്ഞത്. അപ്പോൾ ഒരു തണ്ണിമത്തൻ വലുതാക്കി വരച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ തണ്ണിമത്തൻ മുറിച്ചിട്ടുള്ളതൊക്കെ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പടം വരയ്ക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് പടം വരയ്ക്കാൻ സെറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ബ്രഷ് വേണം, 11 ബിയുടെ ഡാർക്ക് പെൻസിൽ വേണം, പിന്നെ ഒരു സാധാരണ പെൻസിൽ, ഇതിൻ്റെ ബാക്കിലുള്ള റബ്ബർ വേണം. കട്ടർ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ എടുത്തിട്ടില്ല കട്ടർ. അപ്പോൾ നമുക്ക് വരച്ചോടാം. വലുതാക്കി വരയ്ക്കാൻ ചെയ്യുന്നത് നമുക്ക് വരയ്ക്കാം. ഈവൻ ഇതുകൊണ്ട് വരച്ചു. ഓയ് ഇതേപോലൊരു എന്ന് പറഞ്ഞ സർക്കിളില്ല, അതേപോലത്തെ ഇങ്ങനത്തെ ഒരു മുട്ട വെച്ച് ഷേപ്പ് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇങ്ങനത്തെ ഡിസൈൻ ചെറുതായിട്ട് കാണാൻ പറ്റും, ചിലർക്ക് കാണാൻ പറ്റും, ചിലർക്ക് കാണാൻ പറ്റില്ല. ഇനി നമുക്ക് ഇത്രയാണ് പെൻസിൽ കളർ കാണിച്ചു. ഫസ്റ്റ് തന്നെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഞാനത് കഴിഞ്ഞാൽ ആ വട്ടത്തിൽ തന്നെ കാണിച്ചത് ഇതിലെന്നെ കാണിച്ചു തരാം. ഇനി നമ്മൾ ഒരു വട്ടം വരയ്ക്കുമല്ലോ, എന്നിട്ട് ഇത് ഇവിടെ നമ്മൾ ഇങ്ങനെ കുറച്ച് അതിൻ്റെ ഇതിൽ തന്നെ ഷെയ്ഡ് ഇത് കാണിച്ച് ഷെയ്ഡ് കഴിഞ്ഞിട്ട് കട്ടി ഉണ്ടായില്ല. നമ്മൾ ഈ സർക്കിൾ ഫുള്ള് കുറച്ച് കട്ടിയാക്കി കൊടുത്ത് നല്ല മണ്ണാക്കി കൊടുക്കും. പഞ്ചകൂടൊക്കെ ചെയ്യുമ്പോൾ ഒരു നിയമമുണ്ട്. നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ അത് പൊട്ടിയാണ് ചെയ്യാം, പിന്നെ ചെയ്യുമ്പോഴല്ല. ഇനി അടുത്ത് ഇങ്ങനെ ആക്കി മുടി ബ്രഷ് വെച്ചിട്ട് നല്ലോണം തേച്ച് കൊടുക്കുക. ആക്കി കൊടുക്കാം. ഇതേപോലെ വരും. ഇങ്ങനെ നമ്മളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കട്ടിക്ക് വരച്ചിട്ട്, എന്നിട്ട് ഇങ്ങനെ കൈ കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ അത് ഷെയ്ഡാവും. എന്നിട്ട് ഇത് വെച്ചിട്ട് ഒന്നുകൂടി കട്ടിക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ അത് കറക്റ്റായി റൗണ്ട് ചുറ്റി.
എന്നിട്ടിപ്പോൾ